മാറാക്കര പഞ്ചായത്ത് 6-ാം വാർഡ് UDF സ്ഥാനാർത്ഥി അഹമ്മദ് മാസ്റ്ററാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമാണ്. നല്ല ശുഭപ്രതീക്ഷയിൽ നല്ല സ്ക്വാഡ് വർക്ക്, അതുപോലെ തന്നെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകർ വളരെ ഗംഭീരമായി, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാർ വളരെ ഗംഭീരമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ ഈ 6-ാം വാർഡിൽ ഒരു പ്രവചിക്കാൻ പറ്റാത്തൊരു മത്സരമാണ് നടക്കുന്നതെന്ന് കേട്ടു. നമ്മൾ ഒരു ത്രികോണ മത്സരമാണ്. ആര് വാഴും ആര് വീഴുന്നൊന്നും ആർക്കും പറയാൻ വയ്യ, കാരണം അത്രത്തോളം ടൈറ്റാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്, മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളായാലും ഇപ്പോൾ താങ്കളായാലും ജനങ്ങൾക്ക് എല്ലാവരോടും ഭയങ്കര ഒരു ആരെ ചൂസ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? അതൊക്കെ ഒരു ബാഹ്യമായുള്ള ഒരു മിഥ്യായ പ്രചരണങ്ങളാണ് അതൊക്കെ. ഇത് എക്കാലത്തും ഒരു UDFൻ്റെ കുട്ടിക്കുഴച്ച മണ്ണായി നിൽക്കുന്നൊരു പ്രദേശമാണ്. ഏറ്റവും പ്രധാനമായി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്, ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, ആ ഇടതുപക്ഷ സർക്കാരിൻ്റെ തിക്താനുഭവങ്ങൾ കാരണം ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്നാൽ മാറാക്കര പഞ്ചായത്തിൽ വളരെ വികസിതമായൊരു ഭരണം നടത്തി മുന്നോട്ട് പോകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ശുഭപ്രതീക്ഷയും ജനങ്ങളിൽ നിന്നുള്ള നല്ല ഒരു പിന്തുണയുമുണ്ട്. കേരളത്തിലെ അക്ഷയ പദ്ധതി പോലുള്ള പദ്ധതികൾ ഉണ്ടാക്കി സംസ്ഥാനത്തിൽ തലത്തിൽ തന്നെ അവാർഡ് കരസ്ഥമാക്കിയ ഒരു സഹോദരൻ്റെ അനിയനായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. ഞാനിതുവരെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ റിട്ടയർഡായി. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനായപ്പോൾ മരുതിഞ്ചിറ സ്കൂളിലെ HM ആയിരുന്നു. അപ്പോൾ ഈ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ പൊതു പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ മുൻപ് ഒരു UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച വ്യക്തി ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വികസന കാര്യങ്ങളൊക്കെ പറ്റി അറിയാലോ. അപ്പം അതിനെ പറ്റി എന്താ പറയുക? അതിലൊരു ഭീഷണി തോന്നുന്നുണ്ടോ, അതോ എന്താ, അതിനെങ്ങനെയാന്ന് കാണുന്നത്? ഒട്ടും ഭീഷണി തോന്നുന്നില്ല. 5 വർഷം മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ നിന്ന് PDP എന്ന പ്രസ്ഥാനത്തെ പിളർത്തി അധികാരത്തിന് വേണ്ടി UDFിലേക്ക് കടന്നു വന്നയാളാണ് ഇപ്പോൾ അദ്ദേഹം LDFൻ്റെ കൂടെ കൂടിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ എനിക്ക് മത്സരിക്കണം. അത് LDFൻ്റെ കൂടെ ആയാലും വേണ്ടിയില്ല, UDFൻ്റെ കൂടെ ആയാലും വേണ്ടിയില്ല. മാത്രവുമല്ല, അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ജനാധിപത്യ വിരോധാഭാസം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നിന്ന സ്ഥലത്ത് മത്സരിപ്പിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൻ്റെ കാര്യം പറയുന്നത്, ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ 30 ലക്ഷം രൂപ നമ്മുടെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബഷീർ അണ്ടത്താണി കൊടുത്തപ്പോൾ UDFൻ്റെ പെർമിഷനോട് കൂടിയാണ് കൊടുത്തത്. അങ്ങനെയാണ് UDFിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ സഹായിക്കും. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുളം കളിച്ചു. അതിൽ തന്നെ ഇപ്പോൾ വിവാദം നിലനിൽക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഈ MLൻ്റെ ഫണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് ഇപ്പോൾ ഷെരീഫ ബഷീർ പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതി, ഉമറലി വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതിയും അതിന് മുമ്പുണ്ടായ ഭരണസമിതിയും, സജന ടീച്ചറും അതുപോലെ തന്നെ OP കുഞ്ഞു മുഹമ്മദും ഒക്കെ ആയിട്ടുള്ള ഭരണസമിതിയും ഒക്കെ തന്നെ നല്ലൊരു ഫണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഫണ്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഈ കണ്ടം ചാടിക്കൊണ്ട് ഭാര്യ 11-ാം വാർഡിലും അദ്ദേഹം ഇവിടെയും നിൽക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം PDPയെ നെടുകെ പിളർത്തിയിട്ടാണ്. ഒരു PDP പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ പിറകിലില്ല. ഇവിടുത്തെ CPMൻ്റെ ഒരൊറ്റ കേഡർ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ പിറകിലില്ല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വേറെ ചില റിസോഴ്സ് വെച്ചുകൊണ്ട്, ഞാൻ 2 സ്റ്റാറിൻ്റെ ഓണറാണ്, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. ഇതിന് മുമ്പൊന്നും ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരും വീടുകളിൽ പന്തലിട്ട് കല്യാണം നടത്തിയിട്ടില്ലേ? 2 സ്റ്റാറിൽ ഇത് ചെയ്തിട്ടില്ലേ? ഒരു ഇതുമില്ല. വളരെ ദയനീയമായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ സെക്കുലർ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. മതേതരത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് സുബ്രഹ്മണ്യം കോവിലും അതുപോലെ തന്നെ പറപ്പൂർ ജുമാ മസ്ജിദും ഒന്നിച്ച് 10 മീറ്ററിൻ്റെ ഇടയിൽ പൊന്തി നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത്
നല്ല ബഹുസ്വര സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ രംഗത്ത് വെത്തുന്നത്. അദ്ദേഹം PDP യുടെ പ്രതിനിധിയാണ്. PDP ക്കാരും അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തെ, CPM കാരും അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് ഈ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന്. മാറാക്കര പഞ്ചായത്ത് 6-ാം വാർഡിലെ LDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥി 2 സ്റ്റാർ കുഞ്ഞിപ്പ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാം, അത് പ്രശ്നമായിട്ടൊന്നും തോന്നരുത്. ഇപ്പം നമ്മളിങ്ങനെ നമ്മൾ അഭിപ്രായങ്ങൾ എടുക്കുന്ന ഒരു സമയത്ത് പലരും പറയുണ്ടായി, ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, അതായത് ഒരു നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിനോട് ചോദിച്ചത്, അതായത് ഇങ്ങനെ മുൻപ് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച് വലിയ വികസനം കാഴ്ചവെച്ച വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ വേറെ പാർട്ടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് LDFന് പിന്തുണയോടുകൂടി മത്സരിക്കുമ്പോൾ അതൊരു ഭീഷണിയായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, വളരെ ദയനീയമായ രീതിയിലുള്ള പ്രചാരണത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഓരോ സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഈ ദയനീയ അവസ്ഥ സത്യത്തിൽ അദ്ദേഹമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ UDFൻ്റെ കാലഘട്ടത്തിൽ UDFൻ്റെ മെമ്പറായി നിന്നിരുന്ന സമയത്ത് ക്ഷേമകാര്യ ചെയർമാനായിരുന്നു. തീർച്ചയായിട്ടും ആ ക്ഷേമകാര്യ ചെയർമാനായ സമയത്ത് പാർട്ടിയുടെ സെക്രട്ടറിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തോട് ഈ UDFൻ്റെ അവസ്ഥ, അതായത് ഈ ഭരണസമിതിയിൽ ഒരു കാര്യവും ആരോടും ചർച്ച ചെയ്യാതെ ഏകാധിപത്യമായ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ അവരോട് പല സമയത്തും പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയൽ, ഞാൻ ഇതിൽ വളരെ പ്രയാസപ്പെടുന്ന ആളാണ്. അവർ പാർലമെൻ്ററി ലീഡറോട് അവരുടെ സെക്രട്ടറി പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഒരവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥ കാരണമാണ് ഞാൻ UDFൽ തുടരാൻ ആഗ്രഹിക്കാതിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭരണസമിതിയുടെ കൂടെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈ ഒരു പറപ്പൂരിൻ്റെ ഈ മണ്ണിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഞാനിവിടെ എത്തിയത് തന്നെ ഇവിടുത്തെ വികസനത്തിൻ്റെ മുരടിപ്പ് കാരണമാണ്. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ദയനീയമായിട്ടാണ് പോകുന്നത്. വളരെ ദയനീയമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ തൊട്ടപ്പുറത്ത് ഇവിടെ കാണാൻ കഴിയും, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ ഒരു പ്രൊട്ടക്ഷൻ ഗ്രില്ല് പോലും വെക്കാൻ കഴിയാതെ റോഡിൻ്റെ വാഹനം അങ്ങോട്ട് ചാടുമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം എൻ്റെ വാർഡിൽ 100% കുടിവെള്ളവും ഒരു 70-75% സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ നിർമ്മിച്ച സമയത്ത് ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന, ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള, ഈ പറഞ്ഞ ആളുടെ നിയന്ത്രണത്തിലുള്ള 10 വർഷമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭരണം അല്ലേ, ഒരുപാട് കാലത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്വതന്ത്രം മത്സരിച്ചു എന്നുള്ള, ബാക്കിയുള്ള കാലങ്ങൾ മൊത്തം 65 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർഡിൻ്റെ ദുരവസ്ഥ നിങ്ങൾ ഈ ക്യാമറയുമായിട്ടൊന്നാണ് നടന്നു നോക്കിയാൽ, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്ത റോഡുകൾ, ഇവിടെ കുടിവെള്ളം എത്താത്ത പ്രശ്നങ്ങൾ, ഇവിടെ ഈ റോഡിൻ്റെ പ്രൊട്ടക്ഷൻ ഏരിയകൾ ചെയ്യാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി 100 കണക്കിന് എത്രയോ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളേ ഇവിടെ ഉള്ളൂ. ഈ ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത് ഇവിടെ വളരെ മോശമാക്കിയ ഈ വാർഡിനെ, ഇവർക്ക് ജില്ലാ പഞ്ചായത്തില്ലാഞ്ഞിട്ടാണോ, ഇവർക്ക് MLA ഇല്ലാഞ്ഞിട്ടാണോ, ഇവർക്ക് ബ്ലോക്ക് പഞ്ചായത്തില്ലാഞ്ഞിട്ടാണോ, MP ഇല്ലാഞ്ഞിട്ടാണോ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇവരിതേ ചെയ്തുള്ളെങ്കിൽ ഇവർ പറയാ ഒന്നുമില്ലാത്ത ഇവർ എല്ലാം ഉള്ളവർ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഇതിനെതിരെ ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ഒരു പ്രതികാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതികാരത്തിൻ്റെ ഒരു പ്രതീകമാണ് ഞാൻ. ആ പ്രതികാരം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രചരണത്തിലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ പ്രദേശം നല്ല രീതിയിലുള്ളൊരു വളർച്ചയിലേക്ക് ഞാൻ 11-ാം വാർഡിൽ അന്ന് ചെയ്തു വെച്ച ആ പ്രവർത്തനം പോലെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഞാൻ ഈ പ്രചരണ രംഗത്തെ ഉപയോഗപ്പെടുത്തുന്നത്. മാറാക്കര 6-ാം വാർഡിൽ നമ്മുടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അബ്ദുൽ കരീമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ പ്രചരണമല്ല. ഞാനിവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ആ സമയത്ത്, കൊറോണ സമയം മുതൽ ഞാനിവിടെ ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പ്രാവശ്യം മത്സരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടല്ല. അതിനു മുമ്പേ ഞാനിവിടെ വനിതാ വാർഡാണെങ്കിൽ എൻ്റെ ഭാര്യനെ നിർത്തി കഴിഞ്ഞ പ്രാവശ്യം മത്സരിപ്പിച്ചിരുന്നു. അതിലൊന്നും തരക്കേടില്ലാത്ത നല്ല വോട്ട് ഇരു മുന്നണികളും പിന്നെ NDA മുന്നണിയും 3 മുന്നണികളുടെ ഇടയിൽ നിന്നും വ്യക്തിപരമായിട്ടുള്ള വോട്ട് എനിക്ക് 175 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പേ ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ വനിതാ വാർഡായിരുന്നു, എൻ്റെ പേരിലാണ് അന്ന് ഞാൻ മത്സരിച്ചത്. അന്ന് എനിക്ക് 88 വോട്ടായി കിട്ടിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രവർത്തന രീതി ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രവർത്തന രീതിയുമായിട്ട് മുന്നോട്ട് പോകാം. ഞാനൊരു സത്യസന്ധമായ
പൊതുപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോടും ഒരു കളങ്കമില്ലാതെ എല്ലാവരിൽ നിന്നും നല്ലത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിച്ചും കൊണ്ട് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവർത്തന രീതി ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള എനിക്ക് ഊർജ്ജം കിട്ടുന്നതാണ്. ഓരോരോ മത്സരത്തിലും എൻ്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കല്ലാണ്ട് കുറയുന്നില്ല. സാധാരണ പൊതു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും എന്താ വട്ടാണോ എന്ന്. ഞാൻ വട്ടായിട്ടല്ല മത്സരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിന് എത്രത്തോളം പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പരീക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. അത് ഞാൻ അതിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം 2 പ്രാവശ്യം തോറ്റു, 3ാമത്തെ പ്രാവശ്യം അവനെ വിജയിപ്പിക്കണം എന്ന് ജനങ്ങളൊന്നാകെ ഇവിടെ തീരുമാനം എടുത്തതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പല പാർട്ടികളും അപ്പുറപ്പുറമൊക്കെ ഉണ്ട്. തോൽവി എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള CPMകാർ തോൽവി മണത്തപ്പോഴാണ് പുറത്തുനിന്ന് ആളെ ഇറക്കുമതി ചെയ്തത്. അവർക്കൊരു എൻ്റെ മുമ്പിൽ മാനം കെടും എന്ന് തോന്നിയപ്പോഴാണ് അവർ പുറത്തുനിന്ന് ആളെ ഇറക്കുമതി ചെയ്ത് ഒരു കുഞ്ഞിപ്പ എന്ന് പറയുന്ന 9ാം വാർഡിൽ താമസിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ലീഗിൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് PDP ആയിരുന്നു. 15 ദിവസം മുമ്പ് വരെ ലീഗിൻ്റെ കൂടെ നിന്ന ആളാണ് ഇപ്പോൾ CPMൻ്റെ ആളായിട്ട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ നാട്ടുകാരനല്ല എന്നുള്ള നിലക്ക് തന്നെ ജനങ്ങൾ വന്നപ്പോൾ തന്നെ തിരസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അയാൾ അധികാരമോഹം കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിലാണ് ജനങ്ങളുടെ സംസാരം. എന്ത് തന്നെ ആയാലും ശരി, ഇന്ന് നാട്ടുകാരനല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇവിടെ 3ാം സ്ഥാനത്തേ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ അഹമ്മദ് മാസ്റ്ററാണ്. അഹമ്മദ് മാസ്റ്റർ ഇന്ന് നാട്ടുകാരനാണ്. അയാൾ ഒരു മാസ്റ്റർ ബിരുദമൊക്കെ ഉള്ള ആളായതുകൊണ്ട്, അയാൾ ലീഗിൻ്റെ ആളായതുകൊണ്ടും അയാൾക്ക് കഴിവുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ലീഗിൽ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രവർത്തന രീതി മോശമാണ് എന്ന് പറഞ്ഞും കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരുടെ പിന്തുണയും കൂടി എനിക്ക് രഹസ്യമായിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇപ്രാവശ്യം ഇവിടെ മത്സരിച്ച് ജയിക്കുക തന്നെ ചെയ്യും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, LDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, പിന്നെ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് UDFൻ്റെ ഒരു ശരിക്കുള്ള ഒരു UDFന് അനുകൂലമുള്ള ഒരു വാർഡാണ്. എപ്പോഴും എന്നും അങ്ങനെ തന്നെയാണ്. UDFൻ്റെ കൂടെയാണ് ആളുകൾ നിൽക്കൽ. ഇപ്രാവശ്യം ശക്തമായ മത്സരമുണ്ട്. ആർക്കാണ് ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണുള്ളത്. മിക്കവാറും പ്രതീക്ഷ UDFൻ്റെ കൂടെ തന്നെയാണ് ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകണം. ഇനി അതിനപ്പുറം എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വികസനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടൊന്നും ഇല്ല. പക്ഷെ അതൊന്നും ശരിക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണിപ്പോൾ ജനങ്ങൾക്കൊക്കെ ഉള്ള ഒരു വിഷയം ഒന്നാമത്. പിന്നെ UDF ആയിരുന്നു. UDF പറഞ്ഞാൽ ഇവിടെ ഈ വാർഡിന് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വാർഡും ഇങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു ഇതായിരുന്നു. പക്ഷേ അതിന് മാത്രമുള്ളൊരു വികസനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ UDF അനുഭാവിയാണ്. പക്ഷേ പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുക. കാരണം അത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ യഥാർത്ഥമാണ്. പിന്നെ ജനങ്ങളെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ് വോട്ട്. അത് ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അത് ആർക്ക് ഈ മെച്ചം നോക്കിയിട്ട് ഏത് ആളാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചെയ്യും. പക്ഷേ എൻ്റെ അഭിപ്രായ പ്രകാരം UDFനാണ് മുൻതൂക്കം കാണുന്നത്. ഇവിടെ കരീമാക്ക 3ാമത്തെ തവണയാണ് മൂപ്പര് നിൽക്കണേ. അപ്പോൾ മൂപ്പര് പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ട്രെൻഡ് പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിലും ജനം മനസ്സുകളിൽ കരീമാക്ക ഓക്കെയാണ്. അതിന് ഈ 10 വർഷം മൂപ്പര് ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോട്ട് പിന്നെ ജനങ്ങളാണല്ലോ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾക്കിപ്പോൾ നാട്ടിലെ പുരോഗതിയാണ് വേണ്ടത്, വേറെ മറ്റുള്ളതൊന്നല്ല. അപ്പോൾ മാക്സിമം ഒരു ലെവലിൽ കരീമാക്ക ചാൻസ് ഉറപ്പില്ല കേട്ടോ. എന്നാലും നമ്മൾ ഈ നാട്ടുകാരൻ തന്നെ, നമ്മൾ UDF അനുഭാവിയായിരുന്നു, ലീഗുകാരനായിരുന്നു ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ ഓരോ കാര്യങ്ങൾ നമ്മളൊക്കെ അത് ഇതാക്കിയിട്ട് മനസ്സിലാക്കി കൊടുത്തതാണ്. ജനങ്ങൾക്ക് വേണ്ടത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല. പിന്നെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അത് അത്രത്തോളം മൂപ്പര് അവിടെ മത്സരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കൂടി ആകുമ്പോൾ അപ്പോൾ ഒട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ കരീമാക്ക നമ്മുടെ ഈ നാടിനെ എത്രത്തോളം ഈ നാട്ടിൽ ഏതൊക്കെ ജനങ്ങൾ ആ ഓരോ വീടും മൂപ്പർക്ക് അറിയുന്ന കേസാണ്. ആ വീട്ടിൽ എത്ര പിന്നെ എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ, ഏതൊക്കെ ജനങ്ങൾ ആ വീട്ടിലെല്ലാം ഈ വാർഡിനെ കുറച്ച് മൊത്തമായിട്ട് ടോട്ടലി അറിയുന്ന ഒരു വ്യക്തിയാണ് കരീമാക്ക. അത്തരത്തിൽ ജനങ്ങൾ കറക്റ്റായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആളെന്നെ വേണ്ടത് വെച്ചാൽ അപ്പോൾ കരീമാക്കാനെ അത് പുറത്തേക്ക് ഇപ്പോൾ ട്രെൻഡ് വരണില്ല. നാടിന് ഉപകാരമുള്ളവർ ജയിക്കണം. പാർട്ടി നമുക്ക് വലുതല്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല, വ്യക്തികളെ നോക്കണം. നാടിന്
ആരാണോ ഉപകാരം ചെയ്യാൻ പറ്റുന്നതുള്ളത് കഴിവുള്ളത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ പോരായ്മകളുണ്ട്. മെമ്പർ ലീഗിൻ്റെ മെമ്പറായിരുന്നു, UDF മെമ്പറായിരുന്നു. ഇപ്പോൾ മെമ്പറിൽ നിന്ന് കുറേ പോരായ്മകളുണ്ട്. ഇപ്രാവശ്യം UDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത് നമ്മൾ കുറച്ച് വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ ചെയ്തു തരാമെന്നുള്ളത് ഒരഭിപ്രായം വന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ടു-സ്റ്റാർ കുഞ്ഞിപ്പായാലും അഹമ്മദ് മാഷായാലും കരീമാക്കായാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആരോ അവരെ സപ്പോർട്ട് ചെയ്യുക. അത് തെരഞ്ഞു എവിടെയും തൊടാത്തൊരു മറുപടിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞു വോട്ടിംഗ് അല്ലേ, നമുക്ക് ഒരു സ്വകാര്യമല്ലേ. പബ്ലിക്കായിട്ട് രാഷ്ട്രീയമുള്ളവരുണ്ടാവാം. മാറ്റം എന്ന് പറയുന്നത് മാറി ചിന്തിക്കുമ്പോഴല്ലേ. ബാക്കി എന്നും ഒരേ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ അതൊരു മാറ്റം സൃഷ്ടിക്കൂലല്ലോ. അവർ അടിമത്തം എന്നല്ല ഏതൊരു വീഡിയോയിൽ പറഞ്ഞാൽ അടിമത്താണ്. നമ്മൾ മാറ്റം വരണമെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം. അപ്പോഴേ നാടിന് ഉപകാരം ഉണ്ടാവുള്ളൂ. നമ്മളേതായ കാഴ്ചപ്പാട് ഈ നാടിന് വേണ്ട കുറച്ച് വികസന കാര്യങ്ങൾ, ഇപ്പോൾ പാറക്കുളം ഉണ്ട്, അതിന് റോഡുകൾ, കൈവരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2-3 സ്ഥാനാർത്ഥികളും അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അത് ചെയ്യാൻ യോഗ്യരാരോ ആണോ ഇങ്ങനായ ആൾ ഓൾറെഡി മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അല്ല, നമ്മൾ ട്രെൻഡ് ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ ഇതുവരെ മാഷായിരുന്നു, പിന്നെ കുഞ്ഞിപ്പോൾ വന്നപ്പോൾ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇനി 10-9 ദിവസമല്ലേ, ജനങ്ങൾ മൊത്തത്തിൽ ഏത് രീതിയിൽ ചിന്തിക്കും എന്നുള്ളത് നമുക്ക് നോക്കണം. ഇവിടെ നാട് വികസിക്കും, റോഡുകളും എല്ലാം ശരിയാവും, അത്ര മാത്രമേ ഉള്ളൂ. നാട്ടിലെ സ്ത്രീകൾക്ക് എന്തായിരിക്കും അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം? സ്ത്രീകൾക്ക് നമ്മൾക്ക് UDF ജയിച്ചാൽ നമ്മളെ നാട്ടിൽ നമ്മളെ അയൽവാസിയാണ് നാട്ടുകാർ. നമ്മൾ സ്ത്രീകൾക്ക് എന്തും ചെന്ന് കയറി പറയാം, നല്ല ധൈര്യമുണ്ട്, സപ്പോർട്ട് കൂടെ ഉണ്ടാവും. UDF ജയിക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ്. വിജയിച്ചു വരട്ടെ. ഞങ്ങളെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടെത്തിയത് 100% വനിതകളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പോട് കൂടിയാണ്. അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഞങ്ങളിപ്പോൾ വോട്ട് ചോദിക്കാനും ഞങ്ങൾ ഇതിൻ്റെ കൂടെ നടക്കുന്നത്. ആ വിശ്വാസം ഞങ്ങൾ 6ാം വാർഡിലെ മുഴുവൻ വനിതകൾക്കും ഉണ്ട്. ആ ആശ്വാസത്തിലാണ് ഞങ്ങൾ.